ബഹുമാന്യരായ അൽ ഹിക്മ ദർസ ഹദീസ് പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പഠനവും ഈ സമയം ചിലവഴിക്കലും ഒക്കെ സ്വാലിഹുകളായ അമലുകളായി നമ്മിൽ നിന്ന് നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രവാചക വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നു വരുന്ന അധ്യായത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. മുസ്ലിം എന്നർത്ഥത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പരിഗണിക്കേണ്ടതിൻ്റെയും അവരോടുള്ള ബാധ്യതകളെ കുറിച്ചുമൊക്കെയാണ് നാം ധാരാളമായി വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പ്രവാചക വചനങ്ങളിലൂടെ കണ്ടുവന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രവാചക വചനം അല്പം ദീർഘിച്ചതാണെങ്കിലും കഴിഞ്ഞ ദിവസം അതിൻ്റെ പല ഭാഗങ്ങളും വിശദീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് മാറ്റി വെച്ചുകൊണ്ടുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചാൽ മതിയാകും. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഹദീസ് പൂർണ്ണമായി ഒന്ന് വായിച്ച് നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. عن أبي عمارة البراء بن عازب رضي الله عنهما قال أمرنا رسول الله صلى الله عليه وسلم بالسبع ونهانا عن سبع أمرنا بعيادة المريض واتباع الجنازة وتشميت العاطس وإبرار المقسم ونصر المظلوم وإجابة الداعي وإفشاء السلام ونهانا عن خواتيم أو تختم بالذهب وعن شرب بالفضة وعن المياثر الحمر وعن القسي وعن لبس الحدير والاستبرق والديباج മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രത്യക്ഷത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അബൂ ഉമാറ അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് പറയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സബ്ഇൻ വനഹാന അൻ സബ്ഇൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് 7 കാര്യങ്ങൾ കൽപ്പിക്കുകയും വനഹാന അൻ സബ്ഇൻ അപ്രകാരം 7 കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. അമറന ബിഇയാദത്തിൽ മരീൽ, രോഗിയെ പരിചരിക്കാൻ ഞങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വഇത്തിബാഇൽ ജനാസ, ജനാസയെ അനുഗമിക്കാൻ. വതശ്മീത്തുൽ ആത്തിസ്, തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ കാരുണ്യത്തിനായി തേടാൻ. വഇബ്റാറിൽ മുഖ്സിൻ, പ്രകാരം പ്രതിജ്ഞ പാലിക്കാനും. വനസ്രിൽ മദ്ലൂം, മർദ്ദിക്കപ്പെടുന്നവനെ സഹായിക്കാൻ. വഇജാബത്തി ദാഇ, ക്ഷണിച്ചവന്റെ ക്ഷണം സ്വീകരിക്കാനും. വഇഫ്ശാഇസ് സലാം, സലാം വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ഈ 7 കാര്യങ്ങളാണ് കൽപ്പിക്കപ്പെട്ടതായി അല്ലെങ്കിൽ കൽപ്പിച്ചതായി പറയുന്നത്. അപ്രകാരം വനഹാനാൻ ഖവാത്തീം ഔ തഖത്തുമിൻ ബിദ്ദഹബ്, 7 കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ആ 7 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഖവാത്തീമ ബിദ്ദഹബ്, സ്വർണം മോതിരം അണിയുക എന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വിലക്കിയതായിരുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്വർണം എന്നത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഇവിടെ പ്രത്യേകമായി പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. വഅൻ ശുർബിൻ ബിൽ ഫിദ്ദ, അപ്രകാരം വെള്ളിപാത്രങ്ങളിൽ കുടിക്കലും അല്ലെങ്കിൽ ഭക്ഷിക്കലുമൊക്കെ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നിഷിദ്ധമാണ്. വഅനിൽ മയാസീർ അൽ ഹുംർ, ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ പ്രത്യേകം ഇരിക്കാനായി സജ്ജീകരിക്കുന്ന
ഒരു തുന്നിയ വസ്ത്രത്തിനാണ് മയാസിർ എന്ന് പറയുക. അത് പ്രത്യേകിച്ച് എന്താ പറയാ, പട്ടുകൊണ്ടുണ്ടാക്കുന്ന ഒരു വില കൂടിയ അർത്ഥത്തിലുള്ള വിരിപ്പാണ് അത്. അപ്പൊ ആ അർത്ഥത്തിൽ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഇരിപ്പിടം അത് നിന്ന് വിലക്കിയിട്ടുണ്ട്. വഅൻ ഖസിയ്യിൻ വഅനിൽ ഖസിയ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രത്യേകമായ പട്ടിൽ നിന്ന് തന്നെ നിർമ്മിക്കപ്പെടുന്ന മറ്റൊരു ഒരു ഇനമാണ്. അതിന് നമുക്ക് ലിനനും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക വസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്നായിരുന്നു വഅൻ ലുബ്സിൽ ഹരീർ, വീണ്ടും പ്രത്യേകമായി എടുത്തു പറയുന്ന പട്ടുവസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ പട്ടിൽ നിന്നുള്ള വസ്ത്രം ലുബ്സിൽ ഹരീർ ഞങ്ങൾക്ക് വിലക്കിയതായിരുന്നു. വലിസ്തിബ്രഖ്, സിബ്രഖ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പട്ടുകൊണ്ട് തന്നെയുള്ള ഒരു മറ്റൊരു ഇനമാകുന്ന വസ്ത്രമാണ്. ഇസ്തബ്രഖ് ഞങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. അതുപോലെ വസീബാജ്, കട്ടി കുറഞ്ഞ പട്ടുകൊണ്ടുള്ള വസ്ത്രമാണ്. അപ്പൊ ഈ സ്വഭാവത്തിൽ 7 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിലക്കിയത് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ ഹദീസിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു അർത്ഥം. ഇൻഷാ അല്ലാഹ് അതില് കഴിഞ്ഞ ഹദീസിൽ നാം പഠിച്ച ഭാഗങ്ങൾ മാറ്റി നിർത്തിയാൽ, കഴിഞ്ഞ ദിവസം 5 കാര്യങ്ങൾ ഇതിൽ പ്രത്യേകമായി നാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയാത്തതായ 2 കാര്യങ്ങൾ, അഥവാ കൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന 7 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഹദീസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ഹദീസിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറയാം. ഒന്ന്, രോഗിയെ പരിചരിക്കുക, ജനാസയെ അനുഗമിക്കുക, തുമ്മിയവന് പകരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവന് മറിച്ച് തിരിച്ചു പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ക്ഷണിച്ചവന്റെ ക്ഷണം സ്വീകരിക്കുക, അതുപോലെ റദ്ദുസ്സലാം എന്നാണ് മുമ്പ് ഹദീസ് പഠിച്ചെങ്കിൽ സലാം വ്യാപിപ്പിക്കുക. ഇത് ഞാൻ ഇനി വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ഹദീസിൽ പറയാത്തതായ 2 കാര്യങ്ങൾ ഈ 7 എണ്ണത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത്, അല്ലെങ്കിൽ നസ്റുൽ മദ്ലൂം എന്നത് ഈ ഹദീസിൽ അധികമായി പറയപ്പെട്ടൊരു കാര്യമാണ്. അഥവാ ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്നതാണ്, അഥവാ പീഡിപ്പിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്നതാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമമാക്കിയതായ ഒരു കാര്യം, കൽപ്പിച്ചതായ ഒരു കാര്യം എന്നർത്ഥത്തിലാണ് ഈ 7 കാര്യത്തിൽ ഒന്നായി എണ്ണുന്നത്. വിശദീകരിക്കേണ്ടതില്ലാത്ത വണ്ണം വ്യക്തമാണ്. ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ തന്റെ സഹോദരൻ ആക്രമിക്കപ്പെടുമ്പോൾ, അവന്റെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അവന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അവിടെ സഹായിയായി താൻ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയുടെ അവനോടുള്ള ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു സഹോദരൻ ആക്രമിക്കപ്പെടുന്നവന്റെ അവകാശമാണ് അവന് വേണ്ടി നാം നിലകൊള്ളുക എന്ന് പറയുന്നത്. പല സ്വഭാവത്തിലും പല രൂപത്തിലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് പറയേണ്ടതില്ലാത്ത വണ്ണം നമുക്ക് മുമ്പിൽ അവകാശ നിഷേധങ്ങൾ എന്നല്ല, കൊടിയ അക്രമങ്ങൾക്ക് വരെ ഇരയാക്കപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുക പോലും ചെയ്യാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അല്പം ഗുരുതരമായൊരു തലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മെ വിലയിരുത്തേണ്ടതായിട്ട് വരും. മറിച്ച് തന്റെ സഹോദരൻ അത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെങ്കിൽ, നീതി നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അവർക്ക് താങ്ങായും തണലായും മാറുക എന്നത് അവനോടുള്ള നമ്മുടെ, അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ ബാധ്യത എന്ന വണ്ണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിനെ വളരെ സുന്ദരമായ മറ്റൊരു സ്വഭാവത്തിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മറ്റൊരു തലം ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ, പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു അത്. എന്താണത്? നീ നിന്റെ സഹോദരനെ സഹായിക്കുക, വാലിമൻ ഔ മദ്ലൂമ, അവൻ അക്രമിയാണെങ്കിലും ശരി, അവൻ ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും ശരി, നീ നിന്റെ സഹോദരനെ സഹായിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ ചരിത്രത്തിൽ പറയുമായിരുന്നു. അതേ വാക്ക് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് പറയുകയും, എന്നിട്ട് അവിടുന്ന് അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹാദൽ മദ്ലൂം, അഥവാ ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ളത് എന്ന് നമുക്കറിയാം. അതേസമയം വകൈഫ നസ്റുല്ലാഹി അലൈഹി, ആക്രമിക്കുന്നവനെ എങ്ങനെയാണ് സഹായിക്കുക? അവിടെ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തംനഉഹു മിനൽ ദുൽമി ഫദാലിക നസ്റുഹു, അഥവാ ആക്രമിക്കുന്നവന്റെ കൈ തടയുക, അല്ലെങ്കിൽ കൈ പിടിക്കുക എന്നുള്ളതാണ് അക്രമിയെ സഹായിക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിനൊരു പരിവർത്തനം ആ മുദ്രാവാക്യത്തിന് വരുത്തി വെച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ആക്രമിക്കപ്പെടുന്നവൻ പല സ്വഭാവത്തിലും പല രൂപത്തിലും
ഇപ്പൊ ദുൽമ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഏതോ അർത്ഥത്തിൽ നമ്മൾ ശാരീരികമായി മർദ്ദിക്കപ്പെടുന്നതിന്റെ പേര് മാത്രമല്ല കേട്ടോ, നമുക്കറിയാലോ. കാരണം ദുൽമ എന്ന് പറയുന്നത് പല തലങ്ങളിലുമുള്ള നീതി നിഷേധമാണ്, അല്ലെങ്കിൽ അക്രമമാണ്. അത് സാമ്പത്തിക മേഖലയിൽ പ്രകടമാകാം, അതല്ലെങ്കിൽ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നിടത്താകാം, അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നിടത്താവാം, ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നിടത്താവാം, അല്ലെങ്കിൽ തന്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അട്ടിയിറക്കപ്പെട്ടുകൊണ്ടുന്ന സാഹചര്യത്തിലാകാം, അതല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ തനിക്കെതിരെ തന്റെ സഹോദരനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ടാകാം. അങ്ങനെ പല പല സ്വഭാവത്തിലും അന്യായമായി തന്റെ സഹോദരന്റെ മേൽ ദുൽമ ചെയ്യപ്പെടുന്നു എന്ന് വന്നാൽ അവനെ സഹായിക്കുക എന്നത് ഒരു വിശ്വാസി എന്ന നമ്മുടെ ബാധ്യതയാണ് എന്നാണ് ഇവിടെ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് നേരത്തെ വിട്ട് പറയാത്തതായ ഒരു കാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു ഇബ്രാറുൽ മുഖ്സിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രയോഗമാണ്. സാധാരണ അത്രമേൽ ആവർത്തിക്കപ്പെടാത്തതായ ഒരു പ്രയോഗമാണ് ഇവിടെ നമുക്കത് കാണാൻ കഴിയുക. അത് നമുക്ക് പല സ്വഭാവം, അഥവാ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബാധ്യത എന്ന അർത്ഥത്തിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ സഹപാഠിയോട് ഉള്ള ബാധ്യതകൾ എന്ന വണ്ണമുള്ള വർത്തമാനങ്ങളായി പറയുമ്പോൾ പല സ്വഭാവത്തിലും ഇതിന് ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ നമ്മുടെ സത്യങ്ങൾ, ശബദങ്ങൾ പാലിക്കുക എന്നതിനർത്ഥമാണ്. അതോടൊപ്പം തന്നെ അത് മറ്റൊരു സഹോദരന്റെ ഇത്തരം സത്യങ്ങൾ, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ വാക്കുകൾ അത് പാലിക്കാൻ നാം അവന് സഹായമായി മാറുക എന്നൊരു തലം കൂടെ ഉണ്ട് എന്നതാണ്. അപ്പോ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് തന്റെ സഹോദരൻ, സഹപാഠി ഒരു ശപഥം ചെയ്യുന്നുവെങ്കിൽ, അവൻ സത്യം ചെയ്യുന്നുവെങ്കിൽ, ആ സത്യം ചെയ്യുന്നത് പൂർത്തീകരിക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തൊന്നാണോ സഹായിക്കാൻ കഴിയുക അത് ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതാണ്. അല്ലെങ്കിൽ അതിനു മുമ്പിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസി എന്ന നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഈ സ്വഭാവത്തിൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെയാണ്, അല്ലെങ്കിൽ പരസ്പര പങ്കുവെക്കലുകളെയാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ 7 കാര്യങ്ങളായിട്ട് പ്രത്യേകം എണ്ണി പറയുന്നത് കാണാൻ കഴിയുക. അതേസമയം 7 കാര്യങ്ങളെ വിലക്കിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറഞ്ഞു എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാൻ കഴിയുകയാണ്. അത് നേരത്തെ പലപ്പോഴും വന്ന ചില കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ പോലും വേഗത്തിൽ അത് പറയാം. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, നഹാന അൻ ഖവാത്തീൻ ബിദ്ദഹബ്. വിശ്വാസികൾക്ക് സംബന്ധിച്ച് പുരുഷന്മാർക്ക് സ്വർണം ആഭരണമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുക, ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. അത് വ്യക്തമായി മറ്റു ഹദീസുകളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സംക്ഷിപ്തമായ ഒരു പ്രയോഗം മാത്രമാണ് ഇവിടെ ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അത് ഇത്ര മാത്രമാണ്, ഖവാത്തീൻ ബിദ്ദഹബ്, അല്ലെങ്കിൽ തഖത്തുമിൻ ബിദ്ദഹബ് എന്നാണ്. സ്വർണം കൊണ്ട് മോതിരങ്ങൾ അണിയുക, അതല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പുരുഷൻ, ഒരാൺ അണിയുക എന്നതിനെയാണ് ഇവിടെ വിലക്കിയതായിട്ട് കാണാൻ കഴിയുക. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഇടയിൽ ചർച്ചയാകാറുണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികൾക്കൊക്കെ സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതിലേറ്റവും സൂക്ഷ്മമായ തലം എന്ന് പറയുന്നത്, മുതിർന്നവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കും നാം അണിയിക്കാതിരിക്കുക. അവരണിയുന്നതല്ല, നമ്മൾ അണിയിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുറ്റക്കാരാകാതിരിക്കുക എന്നുള്ളത് വളരെ ജാഗ്രത പാലിക്കുന്ന ഒരു കാലം. അങ്ങനെ ആൺകുട്ടികളെ, ചെറിയ കുട്ടികളാണെങ്കിലും അവർ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുക എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല. അത് മുതിർന്നവർക്ക് മാത്രം നിഷിദ്ധമാക്കപ്പെടുക എന്നതിനേക്കാളപ്പുറം അത് മുസ്ലിമിന്, പുരുഷനാകട്ടെ ആണാകട്ടെ ആൺകുഞ്ഞാവട്ടെ, അത് അണിയിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ശരിയേണ്ടതായ നിലപാട്. പിന്നീട് പറയുന്ന കാര്യം എന്തായിരുന്നു? വാൻഷുർ ബിൻ ബിൽക്കുള്ള, വെള്ളിപ്പാത്രങ്ങളിൽ ഭക്ഷിക്കുക, കുടിക്കുക, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വർണം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. മറ്റു ചില ഹദീസിൽ അത് വളരെ വ്യക്തമായി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ നിഷിദ്ധമാക്കി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു താല്പര്യം നമുക്കറിയാം. ഒരർത്ഥത്തിൽ ആഡംബരത്തിന്റെയും ആഢ്യത്തിന്റെയും ഒക്കെ ഉള്ള പ്രകടനങ്ങളാണ്. അത് ഒരു വിശ്വാസി നമുക്കുള്ള മാതിരി ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഭക്ഷണ പാത്രങ്ങളായി, തളികകളായി സ്വർണമോ വെള്ളിയോ ഉപയോഗിക്കുക എന്നുള്ളതിനെ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നു, വഅൻ അൽ മയാസീർ അൽ ഹും വഅൻ അൽ ഖസീൻ വഅൻ ലുബ്സിൽ ഹരീർ വൽ ഇസ്തബ്റഖ് വദ്ദീബാജ്. അഥവാ പട്ടുവസ്ത്രം എന്ന തലത്തിൽ വ്യത്യസ്ത തലങ്ങൾ, അതിന്റെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്ന പ്രയോഗങ്ങളെല്ലാം ഉള്ളത്. പ്രത്യേകിച്ച് അത് പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. അത് അതിന്റെ ന്യായവും
അന്യായമൊക്കെ അന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഖണ്ഡിതമായി അത് വിലക്കി എന്നത് കൊണ്ട് തന്നെ നമുക്കത് പുരുഷന്മാർ എന്ന അർത്ഥത്തിൽ അത് മാറ്റിവെക്കുക, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ തലങ്ങൾ പലതാവാം. സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന, അവർക്ക് പ്രത്യേകമായി അവരുടെ എന്താ പറയാ വസ്ത്രം എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്ത്രം, അത് പുരുഷന്മാർ ധരിക്കുക, അത് ഏതു രൂപത്തിലും. അപ്പൊ അത്രത്തോളം ജാഗ്രത പാലിക്കുക എന്നൊരു തലം ഇവിടെയുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ പലതും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബോധ്യമാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ നിസ്സാരമെന്ന് കരുതുന്ന തലത്തെക്കുറിച്ചും ഒരു വിശ്വാസി ജാഗ്രതയോടുകൂടി നിലകൊള്ളുക എന്നുള്ളിടത്താണ് പല അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നത്. അത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ മുതൽ തുടങ്ങി നമ്മുടെ ആരാധനാ അനുഷ്ഠാനങ്ങൾ വരെ. ഇപ്പോൾ നമ്മൾ ഉളു എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൈകാലുകൾ കഴുകുന്നിടത്ത് നിര്യാണി ഉൾപ്പെടെ എന്നൊക്കെ പറയുന്നതിന്റെ സൂക്ഷ്മതലം, അത്രത്തോളം ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് വലിയ ഒരു തർബിയത്ത് ഇവിടെ പഠിപ്പിക്കപ്പെടുകയാണ്. പലപ്പോഴും പുതിയ കാലത്തൊക്കെ പ്രത്യേകിച്ച് ജാഗ്രതയില്ലാത്ത വണ്ണം, അല്ലെങ്കിൽ ഈ അസത്യത്തെയും അല്ലെങ്കിൽ അധർമ്മത്തെയും അശ്ലീലതകളെ പോലും നമുക്ക് അതൊരു പ്രയാസകരമല്ലാത്തൊരു മാനസികാവസ്ഥ പൊതുബോധമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടങ്ങളിലൊക്കെ വിശ്വാസി എന്ന അർത്ഥത്തിൽ അത് എത്ര തന്നെ നിസ്സാരമാണെങ്കിലും അള്ളാഹു വിലക്കി എന്നുണ്ടെങ്കിൽ അതിനോട് ജാഗ്രത പാലിക്കുക, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ, അത് തനിക്ക് വിലക്കപ്പെട്ടതായി കരുതാൻ, അതിനെ ഒരർത്ഥത്തിലും അത് ആസ്വദിക്കാനോ അത് തൻ്റെതായി മാറ്റാനോ തുനിയാതിനുള്ള ഒരു ജീവിതക്രമത്തെ വിശ്വാസി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ ഹദീസിലൂടെ അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങളോടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ടെന്ന പല സ്ഥലങ്ങൾ ഇവിടെ വന്നു. ഇതിലേറ്റവും പ്രധാനം, നമ്മുടെ ആരാധനകളെല്ലാം വളരെ സമ്പന്നമായി തീരുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങളോട്, സഹപാഠികളോട് നമ്മുടെ ബാധ്യതകളാണ് ഇതിൽ പ്രധാനമായും ഊന്നൽ നൽകിയത്. അതേസമയം നമ്മുടെ ധാർമ്മിക സാംസ്കാരികമായ തലത്തിൽ നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളുമായി ബന്ധപ്പെട്ട് വരെ ഇസ്ലാമിന് ചിലത് പറയാനുണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ വിശ്വാസ സംബന്ധിച്ചോളം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ് ജീവിതത്തെ ആ അർത്ഥത്തിൽ സമഗ്രമായി നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നതിനേക്കാൾ അപ്പുറം, നമ്മുടെ ആരാധനകൾ എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടു നടപ്പുകളാകട്ടെ, നമ്മുടെ നടപ്പുശീലങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാംസ്കാരികമായ ചിഹ്നങ്ങളും അടയാളങ്ങളും ആവട്ടെ, അവിടങ്ങളിലൊക്കെയും ചില പരിധികളും ചില ചിഹ്നങ്ങളും ചില മാതൃകകളും നമുക്ക് പിൻപറ്റാനുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആ അർത്ഥത്തിലുള്ള ഒരു സംസ്കാരത്തെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ വക്താക്കളെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തെ സമ്പൂർണമായി അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിച്ച ഒരു തലത്തിലേക്ക് വളരാൻ, അത്രമേൽ സമഗ്രമായൊരു ജീവിത ക്രമത്തെ കെട്ടിപ്പടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.